ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനായി പല ക്രൈസ്തവ സമുദായങ്ങളുടെ വിഭാഗങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് സർക്കാർ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയമിച്ചിരുന്നു. കോശി കമ്മീഷൻ കേരളത്തിലെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പോയി പഠനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് അപേക്ഷകളാണ്, മെമ്മോറാണ്ടങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ജസ്റ്റിസ് JB കോശി കമ്മീഷന് ലഭിച്ചത്. ദീർഘനാളത്തെ പഠനത്തിന് ശേഷം സർക്കാർ ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട്, പഠന റിപ്പോർട്ട് കോശി കമ്മീഷൻ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. തൃശ്ശൂരിലെ കാര്യം, സീറോ മലബാർ സഭയുടെ കാര്യം കൃത്യമായി പറയാനാകും. വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പല സർവേകളും നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വിവേചനവും ഏറ്റവും കൂടുതൽ താഴോട്ട് പോകുന്ന അവസ്ഥയുമുള്ള ഒരു സമുദായം ക്രൈസ്തവ സമുദായമാണ്. വളരെ പ്രത്യേകിച്ച് സീറോ മലബാർ സമുദായം തന്നെ. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഈ വിഷയം വളരെ സമഗ്രമായി തന്നെ പഠിച്ചിട്ടാണ് കോശി കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്, മെമ്മോറാണ്ടം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോശി കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്ന അവസരത്തിൽ കേരള ക്രൈസ്തവരുടെ പ്രത്യേകമായ അപേക്ഷ, ഈ പഠന റിപ്പോർട്ട് വേണ്ട തരത്തിൽ അത് സ്വീകരിക്കുക, റിപ്പോർട്ടിൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിലുള്ള നയങ്ങൾ, വളരെ പ്രത്യേകിച്ച് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ സർക്കാർ നിയമപരമായി തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇതിങ്ങനൊരു കമ്മീഷൻ പഠന റിപ്പോർട്ട് നടത്തി അതിങ്ങനെ നീട്ടി ഇനി അതിനൊരു തീരുമാനമില്ലാത്ത രീതിയിൽ പോകരുതെന്നാണ് ഞങ്ങളുടെ ക്രൈസ്തവരുടെ അപേക്ഷ. പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ക്രൈസ്തവ സമുദായമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന സമുദായങ്ങളിലൊന്ന്. അതുകൊണ്ട് അത് സർക്കാർ ജോലിയിലാകട്ടെ, വ്യവസായ മേഖലയിലാകട്ടെ, വാണിജ്യ മേഖലയിലാകട്ടെ, സാംസ്കാരിക സാമൂഹിക മേഖലയിലാകട്ടെ, എല്ലാം തന്നെ പിന്നോക്കം പോകുന്ന ഈ അവസരത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് സമഗ്രമായി പഠിച്ച് ആവശ്യമായ നിയമനിർമ്മാണവും അവ പ്രാവർത്തികമാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് സർക്കാരിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്.